ആഘോഷ പ്രകടനങ്ങൾ. പ്രസാദ് അവിടെ നിന്ന് ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ആഹ്ലാദ പ്രകടനം. ആര്യടൻ ഷൗക്കത്തിനെ നിലത്തിറക്കാൻ തയ്യാറാകുന്നില്ല അണികൾ എന്നുള്ളതാണ്. അത്രയ്ക്കും ആവേശമുണ്ട്. ന്യായമായും അവർക്ക് ആഹ്ലാദിക്കാനും ആവേശപ്പെടാനും ഒക്കെയുള്ള കാര്യവും ഉണ്ട്. നേതാക്കന്മാരെല്ലാവരും ഇരുന്ന് പ്രസാദ് എന്തായാലും അവിടെ രണ്ട് ആഹ്ലാദ പ്രകടനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാഴ്ച. ഒരേ സമയം, അതായത് ജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ സ്ഥാനാർത്ഥിയും ആഹ്ലാദ പ്രകടനം നടത്തുന്ന അത്യപൂർവ കാഴ്ച നമുക്ക് നിലമ്പൂരുണ്ട്. കാരണം അവിടെ അൻവറിൻ്റെ കേന്ദ്രത്തിലെല്ലാം, അൻവറിൻ്റെ വീട്ടിൽ വലിയ മിഠായി വിതരണവും ഒക്കെ മധുരപലഹാര വിതരണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിൽ ഇത് തന്നെ നടക്കുന്നു. ഇതൊരു വലിയ കൗതുക കാഴ്ചയാണ്. പ്രസാദേ, ഞാൻ ചോദ്യം മുഴുവനും കേട്ടില്ല. എനിക്ക് തോന്നുന്നത് ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് വിജയത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെ പ്രവർത്തകരെല്ലാം തന്നെ ആ സമയം മുതൽ വലിയ ആവേശത്തിലാണ്. അത്രയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി ഇവിടേക്ക് വരും. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ്. വലിയ വിജയത്തിലേക്ക് പോവുകയാണ്. വലിയ വിജയത്തിലേക്ക് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങൾ? ഞങ്ങൾ 20,000 ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ആദ്യമേ ഉറപ്പുണ്ടായിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. UDF സിന്ദാബാദ്. അതന്നെ പറയാനുള്ളതന്നെ. അതാണ് ഇനിയൊന്നും പറയാനില്ല. നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. തല്ല കിട്ടുക പോലെ കേട്ടില്ല. പിണറായി തൊലയിട്ടാണ് തല്ല കിട്ടുക പോലെ. അതായത് അശ്വൻ ഇദ്ദേഹം കുറെ നേരമായി ഇവിടെ നിൽക്കുന്ന ആളാണ്. നമ്മളെ കാണുന്ന സമയത്തെല്ലാം തന്നെ നമ്മുടെ മൈക്ക് മേടിച്ചിട്ട് പിണറായിസം തൊലയിട്ട് എന്ന് പറയുന്നു. ഇപ്പൊ കണ്ടപ്പോൾ വീണ്ടും അത് തന്നെയാണ് പറയാനുള്ളത്. വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ, നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ഒരുപാട് ആളുകൾ നിൽക്കുന്നു. സ്ഥാനാർത്ഥി അല്പസമയത്തിനകം തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഇവിടേക്ക് വരും. അതിനുശേഷം ഈ ആളുകളെല്ലാം തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു. വലിയ ആവേശമായിരിക്കും ചുങ്കത്തറയിൽ ഉണ്ടാകുക. അതിനുശേഷം നിലമ്പൂർ ടൗണിൽ നമ്മൾ കണ്ടതാണ്, ആസിഫ്, നമ്മുടെ റിപ്പോർട്ടർ ആസിഫ് അവരോടൊപ്പമുണ്ട്. വലിയ ആവേശം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 തവണയായി LDF വിജയിച്ച ഒരു മണ്ഡലത്തിൽ UDF തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന വിജയം തന്നെയാണ്. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെ നേതാക്കൾ ഒന്നാകുകയും ആ സന്തോഷവും ആത്മവിശ്വാസവും എല്ലാം തന്നെ പങ്കുവെക്കുന്നു. അവർ പറഞ്ഞ കാര്യം അതുപോലെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 10,000 മുതൽ 15,000 വരെ വോട്ടിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷം തന്നെയാണ് അവരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. ഇനി ഒരു ആശങ്കപ്പെടലിൻ്റെ ഒരു സാധ്യതയുമില്ല. അമരമ്പലം പഞ്ചായത്തിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നു. അമരം പഞ്ചായത്തിൽ ഇനി അവസാന റൗണ്ടിലേക്ക് കടക്കുകയാണ്. അമരമ്പലം കഴിയുമ്പോൾ നിലമ്പൂരിൻ്റെ അമരത്ത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും MLA എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇനി ആർക്കും ഉണ്ടാകാൻ കഴിയില്ല. ഒരു തിരിച്ചുപോക്കിന് ഒരു സാധ്യതയുമില്ലാത്ത ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ PV അൻവറും നല്ല രീതിയിൽ 15,000-ന് മുകളിൽ വോട്ട് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആളുകളുടെ വിജയത്തിന് കാരണമായി മാറുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഷൗക്കത്ത് മാത്രമല്ല, PV അൻവറും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ 10,000-ന് മുകളിൽ കടക്കില്ല എന്ന് LDFും UDFും പറയുമ്പോൾ അതങ്ങനെയല്ല, 15,000-ന് മുകളിലേക്ക് കടക്കും. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തന്റെ ശക്തി തെളിയിക്കാൻ അൻവറിനും സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത. തീർച്ചയായും ഈ അൻവറിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി പ്രൂവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് UDFൻ്റെ ഒരു ആഹ്ലാദം എന്ന് പറയുന്നതും അൻവറിനെ കൂട്ടുപിടിക്കാതെ തന്നെ ഈ വിജയം അവിടെ സാധ്യമായി. അതും ഒരു 5 അക്ക സംഖ്യയിലേക്ക് ലീഡ് എത്തിക്കുവാൻ കഴിഞ്ഞു, 10,000 കടക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യം.
തീർച്ചയായും എന്തായാലും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ അതിന് മനസ്സില്ല എന്ന് അൻവർ പറഞ്ഞെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും അൻവർ അത് ചെയ്യേണ്ടി വരുമെന്നുള്ള ഫലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്.